Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ആദ്യത്തെ എക്സാം വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ആണ് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മുടെ ടോട്ടൽ കോഴ്സസിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സപ്ലി ലഭിക്കുന്നതും ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മൾ പറയാറുണ്ട് ഗുഗ്ലി പേപ്പർ ആണിത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് കിടക്കുന്നത്. ഏതൊക്കെയാണ് SC ചാപ്റ്റേഴ്സ്, ഒന്ന് പാസ് ആക്കണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മൊത്തം ക്ലാസ്സസ് ഇപ്പോൾ ആക്സസ് ചെയ്യാൻ സാധിക്കും. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ദെൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ഇതിന് സജസ്റ്റ് ചെയ്യുന്നത്. ചില ചാപ്റ്റേഴ്സിന് കല്യാണി പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണ് ഞാൻ സാധാരണ സജസ്റ്റ് ചെയ്യാറ്, എസ്പെഷ്യലി ഹോൾഡിംഗ് കമ്പനി, ലിക്വിഡേഷൻ, ഇതിനൊക്കെ. ദെൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ടൊന്നും ഈ സബ്ജക്റ്റ് പ്രോപ്പറായിട്ട് പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് ഡീറ്റെയിൽസ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 11 ചാപ്റ്ററുകളായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ വരുന്നത് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഹോൾഡിംഗ് കമ്പനിയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, SC ചാപ്റ്റർ ആണ്. രണ്ടാമത് വരുന്നത് അക്കൗണ്ടിങ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് ആണ്, അമാൽഗമേഷൻ, അതുപോലെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ അതിനുശേഷം ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ. സോ ആദ്യത്തെ ഈ 4 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 2 essay പ്രോബ്ലം നിർബന്ധമായും കിട്ടും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടോപ്പിക്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ ആണ്. ചിലപ്പോൾ മാത്രം 2 വെയിറ്റേജ്, എന്തെങ്കിലും തിയറി, അതുപോലെ തന്നെ 3 വെയിറ്റേജ്, അത് മാത്രമാണ് ഇതിൽ നിന്ന് വരാറ്. വല്ലാണ്ടൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ പറ്റില്ല. റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ്, ഇതും 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ എന്തെങ്കിലും വന്നാലായി, അത്ര തന്നെ. ദെൻ അക്കൗണ്ടിങ് ഫോർ ലീസസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ തിയറിയും പ്രോബ്ലം ആയിട്ടും വരാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് തിയറി, 2 വെയിറ്റേജ് തിയറി, ചിലപ്പോൾ SC ഇടാറുണ്ട്. മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ്ങിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്, എസ്പെഷ്യലി ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ നിന്ന് റിപ്പീറ്റ് തിയറി ചോദ്യം 2 വെയിറ്റേജ് 3 വെയിറ്റേജ് SC ഒക്കെ ആയിട്ട് വരാറുള്ളതാണ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിങ് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്, അതിൻ്റെ തിയറി ചിലത് നോക്കി വയ്ക്കാം, പ്രോബ്ലം ഇപ്പോൾ നോക്കിയില്ലെങ്കിലും അപ്പുറത്തെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ആണെങ്കിലും ഇതിൻ്റെ തിയറി നോക്കാം, പ്രോബ്ലംസിലോട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ചില പേപ്പറിൽ മാറി കണ്ടുവരാറുണ്ട് ചില ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ഇതിൽ ഓരോ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽസിലോട്ട് 1 by 1 ആയിട്ട് കിടക്കാം. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ മിനിമം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഒന്ന് പാസ്സാകണമെങ്കിലും SC ടോപ്പിക്സ് ഒക്കെ കിട്ടണമെങ്കിലും ആദ്യത്തെ 4 ചാപ്റ്റേഴ്സാണ്. ദെൻ SCയുടെ കേസിലോട്ട് പോകുന്ന സമയത്ത് 4 SCയിൽ 3 പ്രോബ്ലംസും 1 തിയറിയാണ് വരാറ്. അപ്പോൾ ആ 3 പ്രോബ്ലംസ് സാധാരണ ഒരെണ്ണം ഹോൾഡിംഗ് കമ്പനി ഫസ്റ്റ് ചാപ്റ്റർ, രണ്ടാമത് അമാൽഗമേഷൻ സെക്കൻഡ് ചാപ്റ്റർ, മൂന്നാമത് ലിക്വിഡേഷൻ ഫോർത്ത് ചാപ്റ്റർ. ഈ 3 ടോപ്പിക്സിൽ നിന്നാണ് SC ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. ചിലപ്പോൾ ലീസിംഗിൽ നിന്നും ഇടാറുണ്ട്. തിയറി ആയിട്ട് വരാറ് ലാസ്റ്റത്തെ ഈ ടോപ്പിക്സ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറൻസിക് അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ഇതിൽ നിന്നൊക്കെയുള്ള തിയറി ചോദ്യങ്ങളാണ്. അതിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ഇതിൽ നിന്നൊക്കെയാണ് ഏതെങ്കിലും തിയറി ചോദ്യം SC ആയിട്ട് ഇട്ട് കണ്ടുവരാറ്. അപ്പോൾ ഇതാണ് SC ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ 3-4 പറഞ്ഞ ടോപ്പിക്കുകളും ലാസ്റ്റത്തെ ഈ തിയറി ടോപ്പിക്സ് നോക്കിയാൽ തന്നെ SC കിട്ടുന്നതാണ്. പിന്നെ പാർട്ട് ബിയിലോട്ട് വരുമ്പോൾ 3 വെയിറ്റേജിൻ്റെ ഇപ്പോൾ കണ്ടുവരാറ് 4 തിയറിയും 3 പ്രോബ്ലംസ് ആണ്. ആ തിയറിയും ഈ പറഞ്ഞ ചാപ്റ്ററിൽ നിന്നൊക്കെ തന്നെയാണ് കൂടുതൽ കണ്ടുവരാറ്. ലാസ്റ്റത്തെ ഇൻവെസ്റ്റ്മെന്റ്, ഈ ഇൻഫ്ലേഷൻ, മോഡേൺ കൺസെപ്റ്റ്സ്, HR, ഓക്കെ, ലീസിങ്, അപ്പോൾ ഇങ്ങനെയുള്ള ചാപ്റ്ററിൽ നിന്നാണ് റിപ്പീറ്റ് ആയിട്ട് തിയറി. പിന്നെ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ചാപ്റ്റർ നമ്പർ 2-ലത്തെ തിയറി
റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡറിൽ നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ആദ്യം ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് എസ് മസ്റ്റാണ്. ഒരു എസ് നമുക്ക് എല്ലാ പേപ്പറിലും ഹോൾഡിംഗ് കമ്പനിയുടെ വരാറുണ്ട്. പിന്നെ വരാറുള്ളത് 2 വെയിറ്റേജിന്റെ ഒരു തിയറി ചോദ്യം. ഇതാണ് ഇതിൽ നിന്ന് സാധാരണ കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഹോൾഡിംഗ് കമ്പനി എന്താണെന്ന് നോക്കാം. പിന്നെ ഇതിൽ കുറേ ടീമുകളുണ്ട്. അതിലെ ഹോൾഡിംഗ് കമ്പനി എന്താണ്, അല്ലെങ്കിൽ പാരന്റ് കമ്പനി, സബ്സിഡിയറി കമ്പനി, ഇതൊക്കെ എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ വരാം. അതുപോലെ തന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്, പിന്നെ നെക്സ്റ്റ് വരാറുള്ളത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്. ഇതൊക്കെ നമുക്ക് 2 വെയിറ്റേജിൻ്റെ തിയറി ചോദ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, പിന്നെ ചോദ്യം ഒരെണ്ണം അത് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള. ഓക്കെ, കണ്ടോ, 2 വെയിറ്റേജിൻ്റെ ഏതെങ്കിലും ഒരു തിയറി. പിന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ആണെന്നുള്ളത് എല്ലാ പേപ്പറിലും ഉണ്ടാവാറുള്ളതാണ്. പിന്നെ ഈ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലം എല്ലാ മെത്തേഡും നിങ്ങൾ പരമാവധി നോക്കിയിരിക്കണം. അത്യാവശ്യം എന്താണ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് തിയറി റിപ്പീറ്റ് ആണ്. പ്രീ അക്വിസിഷൻ പറഞ്ഞു. നമ്മുടെ കാൽക്കുലേഷനിൽ ഒരു 4-5 സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, പിന്നെ ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ് അതിൻ്റെ കാൽക്കുലേഷൻ, പിന്നെ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, ഇത് തിയറി, ഇതൊക്കെയാണ്. പിന്നെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, ഇതൊക്കെയാണ് 2 വെയിറ്റേജിൻ്റെ കണ്ടുവരാറുള്ള ചോദ്യങ്ങൾ. പിന്നെ പ്രോബ്ലം പരമാവധി എല്ലാതും കവർ ചെയ്യാൻ നോക്കുക. അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ. റവന്യൂ പ്രീ അക്വിസിഷൻ ലോസ്, പോസ്റ്റ് അക്വിസിഷൻ, റവന്യൂ പ്രോഫിറ്റ് എന്താണ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്താണ്, ഇതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, നോൺ കൺട്രോളിങ് കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്, അല്ലെങ്കിൽ ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ, ആ ഒരു കൺസെപ്റ്റ്. പിന്നെ നമുക്ക് ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് കാണാൻ സാധിക്കും. നിങ്ങളതൊക്കെ വർക്കൗട്ട് ചെയ്യണം. ഏത് ടൈപ്പാണ് വരാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരാറ്. സോ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മളിപ്പോൾ നമ്മുടെ കോച്ചിങ്ങിന് പരമാവധി പ്രോബ്ലംസ് ഇതിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ നല്ല പ്രോബ്ലംസ് കല്യാണി പബ്ലിക്കേഷൻസിൻ്റെ ബുക്കിലാണ് ഏറ്റവും ഈ ഒരു ടോപ്പിക്കിന് ഞാൻ സജസ്റ്റ് ചെയ്യാറ് കേട്ടോ. അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ നോക്കാം. ഇതിലിപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഈ പറഞ്ഞ ബേസിക് തിയറി ചോദ്യങ്ങൾ 2 വെയിറ്റേജിൻ്റെയിലേക്കും പിന്നെ ഈ ഒരു എസ്സേ, ഇത്രയും തന്നെയാണ് ഇതിൽ പറയാനുള്ളത് കേട്ടോ. ഇതാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി അടിയിലൊക്കെ ഇതിൽ അഡീഷണൽ പ്രോബ്ലംസ് ആണ് വരുന്നത്. വീണ്ടുമുള്ള കുറേ പ്രോബ്ലംസ് നമുക്ക് കാണാൻ സാധിക്കും. മൂവിങ് ടു ഇനി ചാപ്റ്റർ നമ്പർ 2. പിന്നെ ഇതിൽ അഡീഷണൽ പ്രോബ്ലംസ് മാത്രമാണ് കേട്ടോ ഉള്ളത്. വേറെ ഒന്നും നമുക്ക് ഇതിൽ പറയാനില്ല. ഡിവിഡൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടോ, അങ്ങനത്തെ ഓരോ അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് പിന്നെ ഇതിലുള്ളത്. ഇനി ചാപ്റ്റർ നമ്പർ 2 നമുക്ക് കടക്കാം. അക്കൗണ്ടിങ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് തിയറി പ്രോബ്ലം രണ്ടിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 3 പാർട്ടിലും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ അമാൽഗമേഷൻ എന്താണ്, അക്വിസിഷൻ എന്താണ്, ഇതിൻ്റെയൊക്കെ തിയറി നിർബന്ധമായും നോക്കിയിരിക്കണം. പിന്നെ മെർജറും അക്വിസിഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെർജേഴ്സ്, ടേക്ക് ഓവർ എന്താണ്, ഇതിൻ്റെയൊക്കെ തിയറി നിർബന്ധമായും പഠിക്കണം. റിപ്പീറ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെർജേഴ്സ് 3 വെയിറ്റേജിൽ പലപ്പോഴും കാണുന്നതാണ്. പിന്നെ ഇതിൽ ഹോറിസോണ്ടൽ, വെർട്ടിക്കൽ, കോൺഗ്ലമറേറ്റ്, കോൺസെൻട്രിക്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ മെർജർ ആൻഡ് അക്വിസിഷൻ 3 വെയിറ്റേജിൻ്റെ ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് എസ്സേ ആണ്. അമാൽഗമേഷൻ്റെ ഒരു പ്രോബ്ലം എസ്സേക്ക് പലപ്പോഴും വരാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ 2 വെയിറ്റേജിൻ്റെ ഞാൻ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് അമാൽഗമേഷൻ്റെ പ്രോബ്ലംസ് ആണ് കേട്ടോ. ഞാൻ ആ പ്രോബ്ലംസിൻ്റെ അതിലോട്ട് വരുമ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് നോക്കണം. ഇതാ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യം പർച്ചേസ് കൺസിഡറേഷൻ്റെ എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ, അതിൻ്റെ മെത്തേഡ്സ് ഒക്കെ നോക്കണം. നെറ്റ് പേയ്മെൻറ്റ്, ലംസം, ഓക്കെ, അതിൻ്റെ തിയറി നോക്കണം കേട്ടോ. പർച്ചേസ് കൺസിഡറേഷൻ്റെ ബേസിക് തിയറി.
പ്രതീക്ഷിക്കാം. നെറ്റ് അസറ്റ് മെത്തേഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ളതാണ്. പിന്നെ പ്രോബ്ലമാണ് നമുക്ക് എസ്സേക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പം തിയറി ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. പിന്നെ എസ്സേക്ക് പ്രോബ്ലംസ് എൻട്രീസ് ഒരു 18 എൻട്രീസ് നമുക്ക് പഠിക്കാനുണ്ട്. 13 എൻട്രീസ് ആദ്യത്തെ ഇതിലും പിന്നെ രണ്ടാമത്തെ ഒരു 5-6 എൻട്രീസും. ഓക്കെ, ഇതൊക്കെ എൻട്രീസ് നന്നായി പഠിച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്സേ കേട്ടോ. ഏറ്റവും വലിയൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 2 വെയിറ്റേജിൻ്റെ ആദ്യം പറഞ്ഞ ടോപ്പിക്കുകൾ വരാം. തിയറി 3 വെയിറ്റേജിൻ്റെയും അത് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് അമാൽഗമേഷൻ്റെ ഒരു എസ്സേ ഓക്കെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് കേട്ടോ. ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്താണ്, ആരാണ്? 2 വെയിറ്റേജിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. നിർബന്ധമായും അത് നോക്കി വയ്ക്കുക. സോ ഇതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ ഏരിയയിൽ. പിന്നെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്, തിയറി നോക്കാം. പ്രോബ്ലം ഇപ്പോൾ ആ അമാൽഗമേഷൻ്റെ കാര്യം നോക്കിയത് തന്നെയാണ് ഇവിടെയും വരുന്നത്. കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആദ്യത്തെ മെർജർ കാര്യങ്ങളൊക്കെ പഠിച്ചൊരു കുട്ടിക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക് വരുന്നത്. പിന്നെ അഡീഷണൽ പ്രോബ്ലംസ് ആണ് അതിലുള്ളത്. അതിനുശേഷം വരുന്ന ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലം പലപ്പോഴും ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ വരാറുണ്ട്. പിന്നെ എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ തിയറി ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, പിന്നെ ഇന്റേണലും എക്സ്റ്റേണലും നമ്മൾ ഡിഫറൻസ് നോക്കാം. ഇതിനു മുമ്പ് കണ്ടുവന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം ആണ് സാധാരണ കണ്ടുവരാറ്. ഓക്കെ, അതെല്ലാം കൂടിയിട്ടുള്ളൊരു പ്രോബ്ലം ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ ഈ ജേണൽ എൻട്രിക്ക് എഴുതിയിട്ട് എല്ലാം കൂടിയുള്ളൊരു ക്വസ്റ്റ്യൻ. ചില സമയത്ത് 2 വെയിറ്റേജിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ റിലേറ്റ് ചെയ്തുള്ളത് വരാറുണ്ട്. ക്യാപിറ്റൽ ഡെഡക്ഷൻ അക്കൗണ്ടിലേക്ക് കാര്യങ്ങളൊക്കെ മാറ്റണ ഒരു പ്രോബ്ലം ആണ് സാധാരണ വരാറ്. കണ്ടോ, ഈ എൻട്രിയൊക്കെ എഴുതിയിട്ട് ഈ ഒരു ടൈപ്പ് ഈ ടൈപ്പ് ചോദ്യമാണ് സാധാരണ കണ്ടുവരാറ് കേട്ടോ. ഈ എക്സാമ്പിൾ നമ്പർ 11 ഇതിലുള്ള ഒരു ടൈപ്പ് എല്ലാം കൂടിയിട്ട് എൻട്രീസ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് അബൌട്ട് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 4 ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, എസ്സേ, അതുപോലെ തന്നെ 2 വെയിറ്റേജിൻ്റെ തിയറി ചോദ്യം. ഇതാണ് കൂടുതൽ കണ്ടുവരാറ്. 3 വെയിറ്റേജിൻ്റെ ചില സമയത്ത് നമുക്ക് വരാറുണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡേറ്ററുടെ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമായിട്ട്. അപ്പോൾ എന്താണ് ലിക്വിഡേഷൻ നോക്കി വെക്കുക. മോഡ്സ് ഓഫ് ലിക്വിഡേഷൻ അതിൽ വൈൻഡിങ് അപ്പ് കമ്പൽസറി, വോളണ്ടറി, പിന്നെ സൂപ്പർവിഷൻ ഓഫ് ദി കോർട്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ലിക്വിഡേറ്റർ ആരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ തിയറി നോക്കണം. പിന്നെ കോൺട്രിബ്യൂട്ടറീസ് ആരാണ്, 2 വെയിറ്റേജിൻ്റെ തിയറി വരാറുണ്ട്. ലിക്വിഡേറ്റർ ആരാണ്, 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. ഓക്കെ, പിന്നെ പ്രോബ്ലംസ് ആണ് ഒരു 3-4 ടൈപ്പ്, 3-4 സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഇതാണ് നമുക്ക് എക്സാമിന് വരുന്ന ടൈപ്പ്. ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും ബെസ്റ്റ് കല്യാണി പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണ്. നമ്മളൊക്കെ കല്യാണി പബ്ലിക്കേഷൻസിൻ്റെ ബുക്കിലത്തെ പ്രോബ്ലംസ് ആണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതിലത്തെ ആ ടൈപ്പ് സെയിം ചോദ്യം എക്സാമിന് വരാറുണ്ട്. ഇത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൻ്റെ ആണ്. ഇതിനേക്കാൾ ഉപരി എക്സാമിന് കണ്ടുവരാറ് ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ്. ഇതാണ് എക്സാമിന് കണ്ടുവരാറ് കേട്ടോ, ലിക്വിഡേറ്ററുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതും എസ്സേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രോബ്ലം എക്സാമിന് എസ്സേ ആയിട്ട് അല്ലെങ്കിൽ 3 വെയിറ്റേജ് പ്രതീക്ഷിക്കാം. ആദ്യം പറഞ്ഞിട്ടുള്ള കുറച്ച് ബേസിക് തിയറി 2 വെയിറ്റേജിൻ്റെ തിയറി ആയിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ 4 ചാപ്റ്ററും ചങ്ക് ചാപ്റ്റേഴ്സാണ്. ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെയാണ്. ഓക്കെ, പിന്നെ തിയറിയാണ് ലാസ്റ്റ് പറഞ്ഞത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് മീഡിയം ടൈപ്പ് ടോപ്പിക്സ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ ഇതിലുള്ളത് ലീസിങ് ആണ്. അതിനേക്കാൾ മുമ്പുള്ള ടോപ്പിക്സ് ഒരു 2-3 എണ്ണം ഉണ്ട്. അതിൽ ടാക്സേഷൻ, അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ ആണ്. ഇതിൽ നിന്ന് 2 വെയിറ്റേജിന് ചിലപ്പോൾ എന്തെങ്കിലും വന്നാലായി എന്ന് വേണമെങ്കിൽ പറയാം. കറണ്ട് ടാക്സ് എന്താണ്, ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി എന്താണ്, അങ്ങനത്തെ ഏതെങ്കിലും ചോദ്യങ്ങൾ 2 വെയിറ്റേജിൻ്റെ ചിലപ്പോൾ വരാറുണ്ട്. കറണ്ട് ടാക്സ് ലൈബിലിറ്റി, ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി. ചില സമയത്ത് മാത്രം 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം ഇട്ടാലായി. റിപ്പീറ്റ് ആണോന്ന് ചോദിച്ചാൽ അല്ല, ചിലപ്പോൾ വരാറുണ്ട് എന്ത് 3 വെയിറ്റേജിൻ്റെ ഏതെങ്കിലും പ്രോബ്ലംസ് ഇട്ടാലായി.
അതല്ലെങ്കിൽ 2 വെയിറ്റേജിനുള്ള തിയറിയാണ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, കറണ്ട് ടാക്സ് ലയബിലിറ്റി, ഇതൊക്കെ എന്താണെന്നുള്ളൊരു ചോദ്യം. കണ്ടോ, ഇത് ഡെഫേർഡ് ടാക്സ് അസെറ്റ്സ്, കറണ്ട് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, ഇതിൻ്റെ തിയറി കൺസെപ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ദാറ്റ്സ് ഓൾ. പ്രോബ്ലം ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യമൊക്കെയാണ് വന്നിട്ടുള്ള, അല്ലാണ്ട് റിപ്പീറ്റ് ആയിട്ടുള്ളതൊന്നും ഇല്ല. ഇനി നെക്സ്റ്റ്, റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ്. അഗെയിൻ റിപ്പീറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ജസ്റ്റ് വേണമെങ്കിൽ നോക്കാം. ഇതിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കണ്ടു വന്നിട്ടില്ല. ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ വന്നാലായിരുന്നു മാത്രം. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആണ് ഇതൊക്കെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒക്കെ ഇട്ട് വരുന്നു എന്ന് മാത്രം. അങ്ങനെയാണ് ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു എന്താണ് പ്രിഫറൻസ് എന്ന് പറയണത്. ഇപ്പോൾ ഈ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവർ മാറ്റി ഒന്ന് പിടിച്ച് ഇടണതാണ്. എല്ലാ പ്രാവശ്യവും ഒരേ ടൈപ്പ് ചോദ്യങ്ങൾ ഇട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ട്. അത്രയ്ക്കാണ് ഇതിൽ നിന്ന്. ഇതിൻ്റെ ചെറിയ ബേസിക് തിയറി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് മാത്രം. നെക്സ്റ്റ്, അക്കൗണ്ടിങ് ഫോർ ലീസസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 വെയിറ്റേജ് 3 വെയിറ്റേജ് തിയറിയും പ്രോബ്ലം വരാറുള്ളതാണ്. അപ്പോൾ ലീസിങ് എന്താണ്, നിർബന്ധമായും തിയറി നോക്കണം. ഓപ്പറേറ്റിംഗ് ലീസ്, ഫിനാൻഷ്യൽ ലീസ് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറിക്ക് ലീസിങ്ങിൻ്റെ ബേസിക് തിയറി നോക്കണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലീസ് എന്താണ്, ഓപ്പറേറ്റിംഗ് ലീസ് എന്താണെന്നുള്ളതിൻ്റെ തിയറി, അതിൻ്റെ ഡിഫറൻസ് നോക്കണം. പിന്നെ പ്രോബ്ലം ചില സമയത്ത് 3 വെയിറ്റേജും ചില സമയത്ത് SAക്ക് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം നോക്കണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലീസാണ് കൂടുതൽ കണ്ടുവരാറ്. ഓപ്പറേറ്റിംഗ് ലീസും ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും തിയറി ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ ഫിനാൻഷ്യൽ ലീസ് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ലീസോ അതല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലീസോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം തിയറി എക്സ്പെക്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീസിങ്ങിൻ്റെ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. തിയറി, ലീസിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസ്, അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ പ്രോബ്ലം നോക്കണം കേട്ടോ, ഫിനാൻഷ്യൽ ലീസിൻ്റെയും ഓപ്പറേറ്റിംഗ് ലീസിൻ്റെയും. സോ ദാറ്റ്സ് ഓൾ ആ ചാപ്റ്റർ. നെക്സ്റ്റ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആണ്. തിയറിയാണ് സാധാരണ കണ്ടുവരാറ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്താണ്, 2 വെയിറ്റേജ് ചോദ്യം. ദെൻ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ചിലപ്പോൾ 3 വെയിറ്റേജിലേക്ക് വരാറുണ്ട്. ഒരു പ്രാവശ്യം SAക്കും ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇത് പഠിക്കാൻ നോക്കണം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇത് 2 അഡ്വാൻറ്റേജസ്. ഇത് മാറി മാറി വരുന്നതാണ്. ഒരു പ്രാവശ്യം ചോദിച്ചാൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചോദിക്കണമെന്നില്ല. ബട്ട് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് HR അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ചോദ്യം. ഓക്കെ, അടുത്തത് മറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ചാപ്റ്റർ ആണ് മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ്. സോ നമ്മൾ SA ആയിട്ട് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഒരു SA തിയറി ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫോറൻസിക് അക്കൗണ്ടിങ് റിപ്പീറ്റ് വരാറുള്ളതാണ്. 2 വെയിറ്റേജിൻ്റെയിലും വരും, SAക്കും വരാറുണ്ട്. എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്, ബെനഫിറ്റ്സ് ഉണ്ട്, ഇതൊക്കെ നോക്കണം. ഇത് എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തിയറി SAക്ക് ഒരെണ്ണം മാറ്റി പിടിപ്പിക്കുന്നത് ഇതാണ്. 4 SAയിൽ 3 പ്രോബ്ലംസും ഒരു തിയറി എന്ന് പറയുന്നത് ഈ മോഡേൺ കൺസെപ്റ്റ്സ്. പിന്നെ വരുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇത് മാറി മാറി വരുന്നതാണ്. ഏതാണ് വരാന്നുള്ളത് പറയാൻ പറ്റില്ല. ഒന്നീ ഫോറൻസിക് ചോദിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ചോദിക്കാം, അതല്ലെങ്കിൽ HRA ചോദിക്കാം, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ചോദിക്കാം. ഇതിന് അഡ്വാൻറ്റേജ് ബേസിക് തിയറി ചോദ്യങ്ങൾ. അത് മാത്രമല്ല ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിൻ്റെ ഇതെന്താണെന്നുള്ള ചോദ്യവും വരാറുണ്ട്. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ബേസിക് ചോദിക്കുള്ളൂ. ബെനഫിറ്റ്സ്, ഇതൊക്കെയാണ് ചോദിക്കാറ്. ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് കുറവാണ്. ഓക്കെ, സോ ഇതാണ് മോഡേൺ കൺസെപ്റ്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. എൻവയോൺമെന്റൽ അക്കൗണ്ടിങ് എന്താണ്, 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ഇതെന്താണെന്നുള്ളത് നോക്കണം. എൻവയോൺമെന്റൽ അക്കൗണ്ടിങ് ഇതൊന്നും സ്കിപ്പ് ചെയ്യാനില്ല കേട്ടോ. എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫോംസ് നോക്കാം. അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് നോക്കി വയ്ക്കുക, ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് എന്താണ്, 2 വെയിറ്റേജ്, അതിൻ്റെ യൂസസ്, അതും ചോദിക്കാറുണ്ട്. അപ്പോൾ 4 അക്കൗണ്ടിങ് കൺസെപ്റ്റുകളുണ്ട് മോഡേൺ കൺസെപ്റ്റ്സിൽ.
അതിലേതെങ്കിലും ഒരെണ്ണം എസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് 2 വെയിറ്റേജ് ചോദ്യങ്ങളും. അപ്പോൾ ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ എന്ന് പറയാനുള്ള ഫോറൻസിക്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, എൻവയോൺമെന്റൽ, പ്രൊആക്റ്റീവ്, പിന്നെ മുമ്പത്തെ ചാപ്റ്ററിലെ HR. ഈ 4-5 ടോപ്പിക്കിൽ എസ് എ വരുന്നത് കൂടുതൽ HR, ഫോറൻസിക്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിയറി ആയിട്ട് എസ് എക്കും ബാക്കിയുള്ളതിൽ ഏതെങ്കിലും 2 വെയിറ്റേജിന്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നും വലിച്ചു വാരി പഠിക്കണ്ട, എന്താണെന്നുള്ളത് പഠിക്കുക. അതിന്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇതാണ് എസ് എക്ക് കണ്ടുവരാറുള്ളത്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ഇത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ മാറ്റി എന്തെങ്കിലും ചോദിച്ചാലായി, അങ്ങനെ റിപ്പീറ്റ് അല്ല. വന്നിട്ട് പിന്നെ എന്നെ പറയരുത് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ളത് നോക്കാം. പിന്നെ ചില ഏരിയാസ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് ഇതിൽ ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റിയില്ല എങ്കിലും ഇത് വേറെ ചോദ്യങ്ങൾ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ലാസ്റ്റ് എന്തെങ്കിലും ടൈം ഉണ്ടെങ്കിൽ നോക്കാം. എക്സ് ഇൻട്രസ്റ്റ് എന്താണ്, കം ഇൻട്രസ്റ്റ് എന്താണ്, എക്സ് ഇൻട്രസ്റ്റ് അതിന്റെ തിയറി ഒക്കെ ഒന്ന് നോക്കി വെക്കാം. ദാറ്റ്സ് ഓൾ. പ്രോബ്ലം ചിലപ്പോൾ വരാറുണ്ടെന്ന് മാത്രം. കാരണം നമുക്ക് 7 ചോദ്യങ്ങളിൽ 3 പ്രോബ്ലം 4 തിയറിയാണ് വരാറ് പാർട്ട് ബിയിൽ ഇപ്പോൾ. അപ്പോൾ പ്രോബ്ലംസിന് നമുക്കിപ്പോൾ ലീസിങ്ങിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്. ഇപ്പോൾ വേറെ ചോദ്യങ്ങൾ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇനിയിപ്പോൾ മാറ്റി ഏതെങ്കിലും പിടിച്ചിട്ടാൽ മാത്രമേ ഇതിൽ നിന്ന് എന്തെങ്കിലും വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. ഞാൻ വീണ്ടും പറയണോ, ഏതെങ്കിലും മാറ്റിയിട്ട് എൻ്റെ മക്കട്ട് കയറരുത്. കാരണം അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ അവരൊന്നും ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുന്നതാണ്. നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് പറയുന്നത്. ഇനി ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ആണ്. ഇതിൽ നിന്ന് തിയറി ചോദ്യം വരാറുണ്ട്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം. അത്രേ ഉള്ളൂ. ഒരുപാടുണ്ടെങ്കിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്താണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് നോക്കാം. 2 വെയിറ്റേജിന്റെ തിയറി ആയിട്ട് വരാറുണ്ട്. അതിന്റെ നീഡും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. തിയറി. പിന്നെ ഈ മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസിലെ ഈ പറയുന്നതില് ആദ്യത്തെ 2 തിയറി പലപ്പോഴും വരാറുണ്ട്. CPPA എന്താണ്, CCA എന്താണ്, ഇതിന്റെ തിയറി പലപ്പോഴും റിപ്പീറ്റ് ആണ്. ഈ 2 എന്താണ് CPPA, കറന്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ് എന്താണ്, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും, അതിന്റെ പ്രോബ്ലംസ് വേണമെങ്കിൽ നോക്കാം. ഈ ഒരു കാര്യം നോക്കാം. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് നീഡഡ് ഫോർ CCA, ഈ ഒരു സാധനം, അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ CPP, ഇതിന്റെ തിയറി. ഈ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ 2 തിയറി പലപ്പോഴും വരാറുണ്ട്. പ്രോബ്ലംസ് നോക്കി വെക്കാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സാധാരണ കണ്ടുവരാറ്. ആദ്യത്തെ 2 ഇതുവരെയായിട്ട് ഞാൻ മാറി മാറി കണ്ടിട്ടുള്ളൂ കേട്ടോ, CCAയും CPP, ആ ഒരു സംഭവം. ഓക്കെ, പിന്നെ ഇതില് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് എന്താണ്, ഇതൊന്ന് ശ്രദ്ധിച്ചോളോ, അതിന്റെ തിയറി. ഇൻഫ്ലേഷനിൽ നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. കുട്ടികളെ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഗൂഗിളി പേപ്പർ ആണെന്ന്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇതിന്റെ ഇമ്പോർട്ടൻസ്, പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ എന്നാലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. SAക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി, ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ അമാൽഗമേഷൻ, ലിക്വിഡേഷൻ, ഇതൊക്കെയാണ് SA. പിന്നെ ലീസിങ് വേണമെങ്കിൽ ഇടാം. തിയറി ആയിട്ട് നേരത്തെ പറഞ്ഞ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ഫോറൻസിക് അക്കൗണ്ടിങ്, HR അക്കൗണ്ടിങ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ തിയറി എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ 2 വെയിറ്റേജ് 3 വെയിറ്റേജിന്റെ കേസിലോട്ട് പോകുമ്പോൾ ലീസിങ്ങിന്റെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മെർജേഴ്സ് ആൻഡ് അക്വിസിഷന്റെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻഫ്ലേഷന്റെ തിയറി ചോദിക്കാറുണ്ട്. പിന്നെ അതൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ടുള്ള. പിന്നെ തിയറി ചാപ്റ്റേഴ്സിൽ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ ഏതെങ്കിലും തിയറി ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ 2 വെയിറ്റേജിന്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വലിയ സബ്ജക്റ്റിന്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.